ഇപ്പോൾ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയെ പരിഗണിക്കുമ്പോൾ ഋഷിപാൽ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ആന്റോ ആന്റണിക്കെതിരെയും സണ്ണി ജോസഫിനെതിരെയും പോസ്റ്റർ. ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാത്തവർ കോൺഗ്രസിനെ നയിക്കേണ്ട എന്നാണ് പോസ്റ്റർ. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ലേബി സജീന്ദ്രൻ, എവിടെയാണ് ഈ പോസ്റ്റർ? എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഏത് ഭാഗത്താണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്? ഈ രണ്ട് പോസ്റ്ററേ ഉള്ളോ അതോ കൂടുതൽ സ്ഥലങ്ങളിലുണ്ടോ? കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞ വാചകമാണല്ലോ പോസ്റ്ററിൽ ലേബി. തീർച്ചയായും സുജയ പാർവതി, കളമശ്ശേരിയുടെ ചില ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ മതിലിൽ എഴുതിയൊട്ടിച്ച പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഇതിൽ ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാത്തവരെ കെപിസിസി അധ്യക്ഷനാക്കരുത് എന്നുള്ള രീതിയിലാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ ഇത്തരത്തിൽ ആ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നതിൽ പക്ഷേ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന് പങ്കൊന്നുമില്ല. DCC പ്രസിഡന്റോ ഏതെങ്കിലും രീതിയിലുള്ള കോൺഗ്രസ് ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവർക്കോ ഇതിൽ അറിവില്ല. ഇവരുടെ ഒന്നും അറിവോടുകൂടിയല്ല ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന് എഴുതിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആന്റോ ആന്റണിക്കെതിരെയും സണ്ണി ജോസഫിനെതിരെയും ഇത്തരത്തിൽ പോസ്റ്റർ മതിലിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയാത്തവരല്ല കോൺഗ്രസിനെ നയിക്കേണ്ടവർ എന്നാണ് ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഏതായാലും കളമശ്ശേരിയുടെ ചില ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ പോസ്റ്റർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്. സജോ ദേവസ്യയിലേക്ക് കൂടി പോയാൽ, സജോ ദേവസ്യ, ആരൊക്കെയാണ് പ്രധാനമായും ആന്റോ ആന്റണിയെ തന്നെ നേതൃപദവിയിലേക്ക് കൊണ്ടുവരണം എന്ന് സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? സുജയ, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സഭാ നേതൃത്വവുമായി വിവിധ ഘട്ടങ്ങളിലുള്ള ആശയവിനിമയങ്ങളിലാണ് പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായത്. അതിൽ പ്രധാനമായും 4 പേരുകളാണ് ഉയർന്നു വന്നത്. ഏറ്റവും പ്രധാനമായും പേരാവൂർ MLA സണ്ണി ജോസഫ്, പിന്നീട് ആന്റോ ആന്റണിയും ജോസഫ് വാഴക്കൻ എന്നാണ്. പക്ഷേ ജോസഫ് വാഴക്കൻ്റെ പേരിന് കോൺഗ്രസിൽ വലിയ പരിഗണന കിട്ടിയില്ല എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു യുവ നേതാവ് സ്വയം പിന്മാറുകയും ചെയ്തു. പിന്നീട് വന്ന 2 പേരുകളാണ്. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് താല്പര്യം മധ്യ കേരളത്തിൽ നിന്ന് ഒരു നേതാവിനെ പരിഗണിക്കുന്നതായിരിക്കും ഉചിതം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ. അതുകൊണ്ട് എപ്പോൾ KPCC അധ്യക്ഷ പദവിയിൽ മാറ്റം ഉണ്ടാകുന്നു ആ ഘട്ടത്തിൽ മധ്യ കേരളത്തിന് കൂടുതൽ പ്രാതിനിധ്യം ലഭ്യമാവുക, ഉത്തര കേരളത്തിൽ നിന്നുള്ള സണ്ണി ജോസഫിനേക്കാൾ മധ്യ കേരളത്തിൽ നിന്നൊരു നേതാവ് എന്ന പേരിലേക്ക് എത്തി. അതാണ് യഥാർത്ഥത്തിൽ ആന്റോ ആന്റണിക്ക് അക്കാര്യത്തിൽ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു മേൽക്കൈ ലഭ്യമായ കാര്യം. മറ്റൊന്ന്, അദ്ദേഹത്തിന് കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് വിവിധ സഭകളുമായി സണ്ണി ജോസഫിനേക്കാൾ കൂടുതൽ അടുപ്പമുണ്ട് എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ദീർഘകാലമായി MP ആയി അദ്ദേഹം ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ദില്ലിയിലുള്ള അടുപ്പം കൂടി അദ്ദേഹത്തിന് തുണയായി വരികയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഹൈക്കമാൻഡിന്റെ കൂടി ഭാഗമാണ് KC വേണുഗോപാൽ MP. ഈ ആശയവിനിമയങ്ങളെല്ലാം പ്രധാനമായും പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയിലുള്ള വിവിധ ബിഷപ്പുമാർ, ചങ്ങനാശ്ശേരി, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പുമാർ, തൃശൂർ ആർച്ച് ബിഷപ്പ് എന്നിവരൊക്കെ ഈ ആശയവിനിമയത്തിന് പല ഘട്ടങ്ങളിലായി പങ്കുവഹിച്ചു. ആ ഘട്ടത്തിലൊക്കെയും KC വേണുഗോപാലിന് ഇക്കാര്യം അറിയിക്കുകയും അതുവഴി ഹൈക്കമാൻഡിനെ സഭയുടെ താല്പര്യം അറിയിക്കുകയുമാണ് ചെയ്തത്. അവരെ കൂടി വിശ്വാസത്തിലെടുക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണകരമായി മാറും. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ അതിജീവിക്കാൻ ഇത് സഹായകരമായി മാറും. എന്ന് മാത്രമല്ല, കോൺഗ്രസിൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിവിധ സാമൂഹിക വിഭാഗങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നേതാക്കൾ പറയാനുള്ളതെല്ലാം അറിയിച്ചിരിക്കുന്നു, ഘടകകക്ഷികൾ പറയാനുള്ളതെല്ലാം അറിയിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡ് K സുധാകരനുമായി നേരിട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ തന്നെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ തീരുമാനമാകുമ്പോഴേക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് തിരികെ എത്താം.